ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. സോ എല്ലാവർക്കും വേണ്ടി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. സോ അതായത് നിങ്ങൾക്ക് ബാക്കിൽ നോക്കിയാൽ കാണുന്നുണ്ടോ, അതവിടെയായിട്ട് ആ മലയുടെ മുകളിൽ ഫുള്ള് കോട ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ക്ലിയർ ആയിട്ട് അഞ്ചരം കണ്ടോ. ആ മലയുടെ അവിടെ ഫുള്ള് കോട ഇറങ്ങിയിരിക്കണോ. ഇന്നലെ രാത്രി മഴ പെയ്തുകൊണ്ട് ഇന്നിപ്പോൾ അവിടെ നല്ല കോടമഞ്ഞിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. സീനല്ലേ. സോ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് JDAയുടെ ഓഫീസിൽ പോകണം. സോ ഇപ്പോൾ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ദോശമാവ് മേടിച്ചിട്ടായിരുന്നു. അപ്പോൾ ദോശമാവ് മേടിക്കാൻ പോട്ടെ. അപ്പോഴത്തേക്കും നിങ്ങൾ ഇന്നലെ നമ്മൾ ആ ഒരു പാടത്തിൻ്റെ സൈഡിലേക്കും ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ച പോലെ നല്ല പാടത്തിൻ്റെ സൈഡിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി നല്ല അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടോ. പിന്നെ ഇന്നലെ രാത്രി ഒരു സംഭവമൊക്കെ ഇട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ട് അപ്പോഴത്തേക്ക് ഞാൻ പോയി എന്തായാലും ദോശമാവ് മേടിച്ചോണ്ടായിട്ട്. The night is young, our memories echo inside me. This time is slowly taken away. I miss the way that we were in harmony. I'm having trouble letting go. I close my eyes and wish you were closer. Now we're like footprints in the snow, slowly fading until it's over. Our memories won't last forever. Now love you for eternity. So baby, let's get back together. I'll show you what you need, a symphony. അപ്പം നമ്മളതേ വീണ്ടും അങ്ങ് കുറച്ച് അടിപൊളി നാച്ചുറൽ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ രസിക്കാൻ വേണ്ടി വൈകുന്നേരം ഇപ്പം നമ്മളത് വീണ്ടും നമ്മുടെ ലേക്കിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. സോ അത് ഇപ്പുറത്തെ സൈഡ് ഫുൾ നെൽപ്പാടമാണ്. ഇപ്പുറത്ത് നോക്കിയാലും നെൽപ്പാടം. ഇവിടെയൊക്കെ കളച്ചിട്ടേക്കാണ്. അപ്പുറത്തൊക്കെ ഫുൾ നെൽപ്പാടമാണ് കേട്ടോ. കണ്ടോ, നല്ല വൈബാണ് കേട്ടോ. കാറ്റ് ചെറിയൊരു സ്മോൾ ലൈറ്റ് ബ്രീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നടക്കാനായിട്ട്. ഇവിടെ ഇതൊക്കെ ടില്ലറിങ് സ്റ്റേജ് ആയിട്ട് ഇങ്ങനെ ഹൈറ്റായി വരുന്നുള്ളൂ. ഇപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ ഫുള്ള് ഇതേ കതിര് വന്ന് കണ്ടോ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ മൊത്തം കതിര് വന്നിട്ടുള്ളത്. ഇതൊക്കെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ പുതിയതൊക്കെ ടില്ലറിങ് സ്റ്റേജ് വന്നിട്ടുള്ളത്. പിന്നെ അത് അപ്പുറത്തൊക്കെ കതിരൊക്കെ നല്ല വലിയതായിട്ടുള്ളതൊക്കെ കാണാം കേട്ടോ അപ്പുറത്ത്. പിന്നെ ഇവിടെ നോക്കിയാൽ ഇത് ഇങ്ങനെ ഒരു മല. ഏതാ ലുക്ക്, ഏതാ സീനറി ബ്യൂട്ടിയിലെ. ഇതൊക്കെയാണ് വൈബ്. സോ ഇന്നലെ നമ്മളെത്തിയപ്പോൾ ഇച്ചിരി വൈകിയിരുന്നു. അതാണ് ഇത്രയ്ക്ക് ബ്യൂട്ടിയൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ഇച്ചിരി ലൈറ്റും കാര്യങ്ങളൊക്കെ ഓർന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സണ്ണ് സെറ്റാവും മുമ്പായിട്ട് നമ്മൾ വന്നപ്പോൾ നല്ല അടിപൊളി ബ്യൂട്ടി കണ്ടോ. നിങ്ങൾക്ക് ബാക്കിൽ എൻ്റെ രണ്ട് സൈഡിലും ഫുള്ള് പാടം കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല അടിപൊളി വൈബാണ്. നമ്മളിത് ഇവിടെ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിരിക്കുമ്പോൾ പശുക്കളൊക്കെ കൊണ്ടുവന്നിട്ട്. സോ അവരെ ഇവിടെ സൈഡിൽ ഓൾറെഡി കതിരിയൊക്കെ വെട്ടി സെറ്റായതിനൊക്കെ തീറ്റിക്കാൻ കൊണ്ടുവന്നിട്ട് ഇതേ കൊണ്ടുപോകുന്നുണ്ട്. ഗൈസ് ചെയ്ത് ഇവിടെ നോക്കിയാൽ സൺറൈസ് കാണാൻ പറ്റുന്നുണ്ടോ. എഡിറ്റഡ് ഒന്നുമല്ല കേട്ടോ, പ്യുവർ നാച്ചുറൽ സീനല്ലേ. ഏതാ സോ കുറച്ച് നേരം ആസ്വദിച്ച് കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മളത് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ തിരിച്ചു പോകുമ്പോൾ ഞാനാണ് വണ്ടി എടുക്കണം. വരുമ്പോൾ അബിയായിരുന്നു, ഇപ്പോൾ ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാനാണ് വണ്ടി എടുക്കണം കേട്ടോ. സോ അത് നല്ല അടിപൊളിയായിട്ട് വീണ്ടും സീനറിയൊക്കെ കണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് പോവുകയാണ്. ഗൈസ്, വന്ന അവസ്ഥകളാണ് കേട്ടോ. ഇവിടെ രണ്ടുപേര് ബൈക്കുമ്മ പോയതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ അവിടേക്ക്. എന്നിട്ട് പോണ വഴി പെട്രോൾ തീർന്നിപ്പോൾ നമ്മൾ വന്ന് പെട്രോൾ കുപ്പിയിൽ മേടിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ക്യാപ്പ് പറന്നുപോയി. ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, തൂളിക്കൊണ്ടിരിക്കുകയായിരുന്നു. ക്യാപ്പ് വെച്ചിട്ടാണ്, ക്യാപ്പ് പറന്നുപോയി. മൊത്തം സീനാണ്. ബാബുവാ അവസ്ഥ ഗൈസ്. അവന്മാർ പോയിട്ടുണ്ട്. പെട്രോൾ ഉണ്ടോ എന്ന് പറ്റി നോക്കാനാണ് അവന്മാരൊക്കെ പോകണം.
സോ ഗൈസ് നമ്മൾ പെട്രോളൊക്കെ അടിച്ച് അവരൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. സോ നമ്മൾ മാവ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ അടിപൊളി ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിലൊക്കെ ചുട്ട് റെഡിയാക്കിയിട്ട് വേണം കഴിക്കാൻ. കഴിച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞാൽ റെഡി ആയിട്ട് വേണം നമുക്ക് JDA ഓഫീസിൽ പോകാൻ. റെഡി ആയിട്ടുണ്ട്. ഇന്നാണെങ്കിൽ JDAക്ക് യൂണിഫോം ഇട്ടുകര കാണണം ഭ്രാന്ത്. അപ്പോൾ യൂണിഫോം ഇട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഫീൽഡ് യൂണിഫോം മാത്രമേ ഉള്ളൂ. കോളേജിൽ പ്രത്യേകിച്ച് യൂണിഫോം ഒന്നുമില്ല. അതേ ഷർട്ട് മാത്രം ഇട്ടു, പാൻറ്റ് വേറെ ഇട്ടു. പാൻറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ വല്ല കണ്ടക്ടർമാർ ഒക്കെ പോലെ തോന്നും. അതുകൊണ്ട് പിന്നെ നമ്മൾ പാൻറ്റ് ഇട്ടിട്ടില്ല, ഷർട്ട് മാത്രമേ ഇട്ടുള്ളൂ. സോ എന്തായാലും നമുക്ക് പോവാം. ഗൈസ് അപ്പോൾ നമ്മൾ JDAയുടെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമ്മൾ കുറേ ഗ്രൂപ്പുകാർ ഒന്നിച്ച് വന്നിരിക്കുകയാണ് തിരുവണ്ണാമല ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാവരും കൂടി. സോ അതേ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. സോ അതേ JDA ഓഫീസിൻ്റെ ഫ്രണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. സോ അതിന് ശേഷം എന്താ നമ്മൾ സീറ്റ് സർട്ടിഫിക്കേഷൻ യൂണിറ്റിൽ ഒന്ന് കയറി ശേഷം എന്താ നമ്മൾ കമ്മീഷണറുടെ ഓഫീസ് അതിൻ്റെ തൊട്ടപ്പുറത്താണ്. அவன் ஏதோ ஃபாரஸ்ட்னு ஒரு கடை சொன்னான்டா. டேய் அவன் ஏதோ ஃபாரஸ்ட்னு ஒரு கடை சொன்னாங்க. என்னன்னு கிளம்பி டேய் சைடோ നമ്മൾ കഴിക്കാൻ വന്നിരിക്കുകയാണ്. സോ കഴിക്കാൻ വന്ന ഒരു കാട്ടിലേക്കാണ് ഫോറസ്റ്റ് റെസ്റ്റോറൻറ്റ്. സോ ഇതേതാണ് നമ്മുടെ ലേറ്റ് കമേഴ്സ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ജംഗിൾ ഫോറസ്റ്റ് റെസ്റ്റോറൻറ്റിലേക്ക് ഉള്ളിൽ കയറാൻ പോവാണ്. സോ അതേ മരത്തുമ്മയൊക്കെയാണ് കൊട്ടി വെച്ചിരിക്കുന്നത്. സോ ജംഗിൾ ഫോറസ്റ്റ് റിസോർട്ട് റെസ്റ്റോറൻറ്റ് എന്നൊക്കെ. സോ നമ്മളെന്തായാലും ഉള്ളിൽ കയറിയപ്പോൾ ജംഗിൾ പോലെ തോന്നില്ല. അപ്പോൾ അതേ സെപ്പറേറ്റ് ഓപ്പണിങ് ഡോറും കാര്യങ്ങളൊക്കെ ആയിട്ട് അതേ നമ്മൾ ഉള്ളിൽ കയറാണ്. നോക്കുമ്പോൾ ഫുള്ള് പച്ച കളർ ലൈറ്റൊക്കെ വെച്ച് സൈഡിൽ ഫുള്ള് പുല്ലിൻ്റെ സെറ്റപ്പും പ്ലാസ്റ്റിക്കാണ്. പക്ഷെ ആ ഒരു സെറ്റപ്പൊക്കെ ചെയ്തത് മരത്തിൻ്റെ ചെയറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ ഉള്ളിൽ കയറി അതേ ഹോട്ടൽ തന്നെ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. കാരണം ഭയങ്കര റേറ്റാണ് കേസ്, ആർക്കും താങ്ങാൻ പറ്റാത്ത റേറ്റാണ്. ആംബിയൻസ് നമ്മൾ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ കണ്ടോ, അത് കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങി. കാരണം വേറെ എവിടെയെങ്കിലും കുറച്ച് പൈസ ഓർമ്മ പോയി കഴിക്കാം. സോ ഗൈസ് എല്ലാവരും എങ്ങോട്ട് ഇനി അടുത്തത് ഏത് കടയിൽ പോകുന്നുള്ള ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. എവിടെ ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്നുള്ള ഇങ്ങനെ ആലോചിച്ച് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സോ അതേ നമ്മുടെ സബരീഷ് സ്റ്റൈലിഷ് ആയിട്ട് R15 വരുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ കഴിക്കാനായിട്ട് 80 രൂപയ്ക്ക് മീൽസൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിലാണ് എത്തിയിരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് ഉള്ളിൽ കയറി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. സോ അതേ നമ്മളെല്ലാവരും കൂടി ഉള്ളിൽ കയറാം കേട്ടോ. 65 ഇങ്ങ മസാലടാ. ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. സോ ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. സോ നമ്മൾ ഊണാണ് കഴിച്ചത്, നോൺ വെജ് ഊണ്. സോ എന്തായാലും കഴിച്ചിറങ്ങിയിട്ട് ഇനിയിപ്പോൾ എന്താ പരിപാടി എന്നറിയില്ല, നോക്കട്ടെ. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായില്ല. നമ്മളത് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ തിരിച്ച് പോലൂരിൽ എത്തിയിട്ടുണ്ട്. സോ ചായ കുടിക്കാൻ കയറിയാണ്. സോ നമ്മളിന്ന് തിരുവണ്ണാമലയിൽ നിന്ന് വെറും 20 മിനിറ്റ് കൊണ്ട് എത്തി. ഭയങ്കര ഫാസ്റ്റായിട്ട് എത്തിയിട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ കുടിക്കാനായിട്ട് ലൈം ജ്യൂസാണ് പറഞ്ഞത് കേട്ടോ. എല്ലാവർക്കും ചൂടായതുകൊണ്ട് ലൈം ജ്യൂസ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ള പരിപാടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാർ ജിമ്മിൽ പോണ കേസൊക്കെ പറയണ്ടായിരുന്നു. സോ എന്താണെന്ന് നോക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇതോടെ നിർത്തുകയാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നാളെ ഒരു അടിപൊളി വ്ളോഗായി കാണുമ്പോൾ എല്ലാവർക്കും ബൈ.